നമസ്കാരം. ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗിന്റെ ഫ്രീ PSC വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പ്രതിൻ വി പോത്തൻ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭരണഘടന എന്ന് പറയുന്ന ടോപ്പിക്കാണ്. എല്ലാ PSC പരീക്ഷകൾക്കും സ്ഥിരമായി ചോദ്യം വരുന്ന ഒരു ഭാഗമാണ്. സാധാരണഗതിയിൽ 5 മാർക്കിന്റെ ചോദ്യമാണ് ഈ ഭാഗത്ത് നിന്ന് വരുന്നത്. അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു പഠന ഭാഗമാണെങ്കിലും നമുക്കിവിടെ വളരെ ചിട്ടയോടുകൂടി പഠിച്ചെടുക്കാം. അങ്ങനെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഭാഗത്തു നിന്ന് വരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങളെ കൊണ്ട് ഉത്തരം എഴുതാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകരണം എന്നുള്ള കാര്യമാണ്. ഇന്ത്യൻ ഭരണഘടന എന്നുള്ള ഭാഗത്തിലെ ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകരണം അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സഭ. ഇതാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഭരണഘടന എന്നുള്ള ഭാഗത്തിലേക്ക് വരുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകരണത്തെ പറ്റിയാണ്. ആ ഭാഗത്തിലേക്ക് വരുമ്പോൾ അടിസ്ഥാനപരമായിട്ട് അറിഞ്ഞിരിക്കേണ്ട വസ്തുതയിലേക്ക് നമുക്ക് ആദ്യം വരാം. അപ്പോൾ അവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ഭരണഘടന, ഇംഗ്ലീഷ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. അപ്പോൾ ആ ഒരു പദം വരുന്നത് ഏത് ഭാഷയിൽ നിന്നാണ്? കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന പദം വരുന്നത് ഏത് ഭാഷയിൽ നിന്ന് ചോദിച്ചാൽ ലാറ്റിൻ ഭാഷയിൽ നിന്നാണ്. കോൺസ്റ്റിറ്റ്യൂ എന്ന ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് പദം രൂപീകരിക്കപ്പെടുന്നത് അല്ലെങ്കിൽ വരുന്നത് എന്ന് ഓർത്തിരിക്കുന്ന ഒരു പ്രീവിയസ് ചോദ്യം കൂടിയാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് സെറ്റപ്പ് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് എന്നുള്ളതാണ്. അപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ ആ വേർഡ് മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് സെറ്റപ്പ് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്. സെറ്റപ്പ് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്. സെറ്റപ്പ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം രൂപീകരിക്കുക, അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് എന്ന് പറയുമ്പോൾ നടപ്പിലാക്കുക. ഇതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പദം കൊണ്ട് അടിസ്ഥാനപരമായിട്ട് അർത്ഥമാക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡീറ്റെയിൽഡ് സെൻസ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവിടെ ഓർത്തിരിക്കേണ്ട കാര്യമാണ്, ഒരു രാജ്യത്തെ അടിസ്ഥാനപരമായിട്ടുള്ള നിയമ സംഹിതയാണ് എന്തെന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ആദ്യം നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പദത്തിന്റെ അർത്ഥം മനസ്സിലാക്കി. അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാൽ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രാജ്യത്തെ അടിസ്ഥാന നിയമ സംഹിതയാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇംഗ്ലീഷ് നമുക്ക് ലോ ഓഫ് ലാൻഡ് എന്ന് വിളിക്കാൻ സാധിക്കും. അപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തെ അടിസ്ഥാന നിയമം. അപ്പം ഇന്ത്യയുടെ എല്ലാ അടിസ്ഥാനപരമായിട്ട് അപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തെ അടിസ്ഥാന നിയമമാണ്. അപ്പം ഈ നമ്മുടെ രാജ്യം എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ നിയമങ്ങളും എല്ലാ ചട്ടങ്ങളും എന്തിനെ അടിസ്ഥാനപ്പെട്ടാണ്? ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അടിസ്ഥാനപ്പെട്ടുകൊണ്ടാണ്. അല്ലെങ്കിൽ ഭരണഘടനയ്ക്ക് മുകളിൽ ഇന്ത്യയിൽ ഒരു നിയമവും ഇല്ല എന്ന് ഓർത്തിരിക്കുക. അപ്പം ഒരു രാജ്യത്തെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള നിയമ സംഹിതയാണ് എന്തെന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ആശയത്തിലേക്ക് വരുമ്പോൾ അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ഈ ഭരണഘടനകളെ നമുക്ക് പല രീതിയിൽ തരംതിരിക്കാൻ സാധിക്കും. അപ്പൊ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഭാഗങ്ങളിലേക്ക് നമുക്ക് പിന്നീട് വരാം. ഇപ്പൊ ആദ്യം ഓർത്തിരിക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് ഭരണഘടനയെ നമുക്ക് ലിഖിതവും അലിഖിതവും എന്ന രീതിയിൽ രണ്ടായിട്ട് തരംതിരിക്കാം. അപ്പം ഭരണഘടനയെ നമുക്ക് എങ്ങനെ തരംതിരിക്കാം? ലിഖിതമെന്നും അലിഖിതം എന്ന രീതിയിലും തരംതിരിക്കാമെന്ന് ഓർത്തിരിക്കാം. ലിഖിതം എന്ന് പറയുമ്പോൾ എന്താണ്? റിട്ടൺ. അലിഖിതം എന്ന് പറയുമ്പോൾ എന്താണ്? അൺറിട്ടൺ. ഓക്കെ. അപ്പം എഴുതപ്പെട്ടതും എഴുതപ്പെടാത്തതുമായിട്ടുള്ള ഭരണഘടനയുണ്ട്. അപ്പം ഭരണഘടനയെ നമുക്ക് ആ രീതിയിൽ രണ്ടായിട്ട് തരംതിരിക്കാം. ഓക്കെ. അപ്പൊ അതിലേക്ക് വരുമ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു ലിഖിതവും അലിഖിതവും എന്ന് ഓർത്തിരിക്കുക. അപ്പൊ അതിലേക്ക് വരുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പരീക്ഷയ്ക്ക് നേരത്തെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, അലിഖിത ഭരണഘടനയുടെ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ലോകത്തിലെ ഏതൊക്കെ രാജ്യങ്ങൾക്കാണ് നിലവിൽ അലിഖിതം അല്ലെങ്കിൽ അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളത്? ആ ഒരു ചോദ്യം വരുമ്പോൾ ഓർത്തിരിക്കേണ്ടത് പ്രധാനമായിട്ടും 3 രാജ്യങ്ങളുടെ പേരാണ്: ബ്രിട്ടൻ, ഇസ്രായേൽ, ന്യൂസിലൻഡ്. അപ്പം എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഉത്തരം 3 രാജ്യങ്ങളുടെ പേര് ഓർത്തിരുന്നോണം: ബ്രിട്ടൻ, ഇസ്രായേൽ, ന്യൂസിലൻഡ്. അപ്പം അതിന്റെ അർത്ഥം എന്താണ്? ബാക്കിയുള്ള രാജ്യങ്ങൾക്കൊക്കെ എന്താണുള്ളത്? എഴുതപ്പെട്ട ഭരണഘടനയാണ് ഉള്ളതെന്ന കാര്യം അവിടെ ഓർത്തിരിക്കുക. അപ്പൊ അത് വരുമ്പോൾ ചിലരുടെ മനസ്സിലെങ്കിലും ചില സംശയം വരും. അപ്പൊ എന്താണ് ഈ എഴുതപ്പെട്ടത് അല്ലെങ്കിൽ എഴുതപ്പെടാത്തത് എന്ന്? അപ്പം എന്താണ് ഈ എഴുതപ്പെട്ട ഭരണഘടന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ രാജ്യത്തിലെ എല്ലാ നിയമ സംവിധാനങ്ങളും ഒരു ബുക്കിൻ്റെ അകത്ത് എഴുതി വെച്ചിരിക്കും. അതാണ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്.
ഇനി അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ആ രാജ്യത്തിലെ ഒരു 3/4% കാര്യങ്ങളും അല്ലെങ്കിൽ ആ രാജ്യത്തിലെ നല്ലൊരു ശതമാനം നിയമ സംഹിതകളും റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ഓർത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താണ് അലിഖിത കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അപ്പൊ അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്തെ 3/4% നിയമങ്ങളും എഴുതപ്പെടാത്ത രീതിയിലായിരിക്കും. ഇപ്പം ബ്രിട്ടന്റെ കാര്യം എടുക്കുക, ഇസ്രായേൽ, ന്യൂസിലൻഡ്, ഇവിടെയൊക്കെ എങ്ങനെയാണ്? അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, അലിഖിത കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പൊ അതിന്റെ അർത്ഥം അവിടുത്തെ നിയമങ്ങൾ എല്ലാം ഒന്നും എഴുതി വെച്ചിട്ടില്ല. അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഈ പറയുന്ന കോടതിയുടെ തീരുമാനങ്ങളും ഇതൊക്കെയാണ് അവിടുത്തെ നിയമമായിട്ട് അവർ കൊണ്ട് നടക്കുന്നത്. അപ്പം ഇന്ത്യയിലെ പോലെ ഈ പറയുന്ന ഒരു ബുക്ക് എന്ന രീതിയിൽ എല്ലാ ഡോക്യുമെന്റും കൂടി ഒന്നിച്ച് അവർ എഴുതി വെച്ചിട്ടില്ല. അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം നിയമമായിട്ട് അവർ പാലിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഒരു ഭൂരിഭാഗം കാര്യങ്ങളും എഴുതപ്പെടാത്ത രീതിയിലായിരിക്കും, എന്നാൽ ചില കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുമുണ്ട്. അപ്പൊ ഇതാണ് ഈ അലിഖിത കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കേണ്ടത് അതാണെന്ന് ഓർത്തിരിക്കുക. ഇനി ആ ഒരു ഭാഗത്തിലേക്ക് വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് കൂടി അവിടെ ഒന്ന് മനസ്സിലാക്കിയിരുന്നോണം. ഇപ്പം ഭരണഘടനയെ രണ്ടായിട്ട് തരംതിരിച്ചു, എങ്ങനെയാണ്? എഴുതപ്പെട്ടതും എഴുതപ്പെടാത്തതും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, ഇന്ന് നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന ഭരണഘടന ഏത് രാജ്യത്തിൻ്റെതാണ്? എന്താണ്? ഇന്ന് നിലവിലുള്ളതിൽ വെച്ച് എഴുതപ്പെട്ട ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഭരണഘടന ഏതാണ്? അപ്പം ഏറ്റവും പഴക്കം ചെന്ന ഭരണഘടന എന്ന് ചോദിക്കാൻ പറ്റത്തില്ല, കാരണം എഴുതപ്പെടാത്ത ഭരണഘടന എന്ന് നിലവിൽ വന്നു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം അവിടെ നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്, ഇന്ന് നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന എഴുതപ്പെട്ട ഭരണഘടന ഏത് രാജ്യത്തിൻ്റെതാണ്? അതിന്റെ ഉത്തരമാണ് അത് അമേരിക്കൻ ഭരണഘടനയെന്ന് ഓർത്തിരിക്കുക. അതായത് ഇന്ന് നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന എഴുതപ്പെട്ട ഭരണഘടന നിലവിലുള്ള രാജ്യം ഏതാണ്? അമേരിക്ക എന്ന് ഓർത്തിരിക്കുക. അപ്പൊ അവിടെ ശ്രദ്ധിച്ചോണം, പ്രീവിയസ് ചോദ്യമാണ്, അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്നത് ഏത് വർഷമാണ്? അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്ന വർഷം ഓർത്തിരിക്കാൻ വളരെ എളുപ്പമുള്ള ഒരു വർഷമാണ് 1789. 1789 അമേരിക്കൻ ഭരണഘടന നിലവിൽ വരുന്നത്. ഈ ഒരു വർഷത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണ്? ഒരു പക്ഷേ നിങ്ങൾ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടായിരിക്കും. എന്താണ്? ഫ്രഞ്ച് വിപ്ലവം നടക്കുന്ന വർഷം കൂടിയാണ് 1789 എന്ന് ഓർത്തിരുന്നോണം. അമേരിക്കൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ജെയിംസ് മാഡിസൺ. ആരാണ്? ജെയിംസ് മാഡിസൺ എന്ന് ഓർത്തിരിക്കുക. അതിനോടൊപ്പം തന്നെ ചേർത്തൊരു പോയിന്റ് കൂടി ഓർത്തോണം, അമേരിക്കയിലെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? അത് ജോർജ് വാഷിംഗ്ടൺ എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. യുഎസിന്റെ ആദ്യ പ്രസിഡന്റ് ആണ് ആര്? ജോർജ് വാഷിംഗ്ടൺ. എന്നാൽ അമേരിക്കൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെട്ടിരിക്കുന്ന ആരാണ്? ജെയിംസ് മാഡിസൺ എന്ന് ഓർത്തിരിക്കുക. അപ്പം ഭരണഘടന എന്നുള്ള ടോപ്പിക്ക് പഠിക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള വസ്തുതകളാണ് നമ്മൾ ഇത്രയും നേരവും കണ്ടത്. ഇനി നമുക്ക് ഇന്ത്യൻ ഭരണഘടന എന്നുള്ള ഭാഗത്തിലേക്ക് വരാം. ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകരണം എപ്രകാരമാണ് എന്നുള്ളതാണ് ഇനി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തിരിക്കുക. ഇനി നമ്മൾ ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള വസ്തുതയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അപ്പം ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ വേണം, അല്ലെങ്കിൽ നമുക്കൊരു ഭരണഘടന വേണം. ഈ ഒരു ആവശ്യം ഇന്ത്യയിൽ ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ്? പരീക്ഷയ്ക്ക് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണിത്. ആരായിരിക്കും? അതിന്റെ ഉത്തരമാണ് MN റോയ് എന്ന് പറയുന്ന വ്യക്തി. അപ്പം ഇന്ത്യക്ക് സ്വന്തമായിട്ടൊരു ഭരണഘടന, അല്ലെങ്കിൽ അത് തയ്യാറാക്കാൻ വേണ്ടി ഒരു ഭരണഘടനാ നിർമ്മാണ സഭ, ഈ ആവശ്യം ഇന്ത്യയിൽ ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണെന്ത്? MN റോയ് എന്ന് പറയുന്ന വ്യക്തിയാണ്. 1934 ഇദ്ദേഹം ഈ ഒരു ആവശ്യം ആദ്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ അവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഈ MN റോയ് എന്ന് പറയുന്ന ആൾ ആരാണ്? ഇതാണ് ഇദ്ദേഹത്തിന്റെ ഫോട്ടോയാണ്. അപ്പം 1934 MN റോയിയുടെ പടമാണിത്. അപ്പം ഈ MN റോയ് എന്ന് പറഞ്ഞാൽ ആരാണ്? MN റോയ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് ആര്? MN റോയ് എന്ന് പറയുന്നത്. അതുപോലെ പീപ്പിൾസ് പ്ലാൻ, ആ ഒരാശയം മുന്നോട്ട് വെച്ച വ്യക്തിയും ആരാണ്? MN റോയ് ആണ്. അത്തരത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് MN റോയ് എന്ന് പറയുന്നത്. അപ്പൊ ഇദ്ദേഹമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇന്ത്യക്ക് ഒരു ഭരണഘടന, അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്നുള്ള ആവശ്യം ആദ്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത്. അടുത്തൊരു പോയിന്റ് ശ്രദ്ധിക്കുക, ഇന്ത്യയിൽ ഭരണഘടന വേണം, അല്ലെങ്കിൽ ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ വേണം എന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ച പ്രസ്ഥാനം ഏതാണ്, അല്ലെങ്കിൽ സംഘടന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരമാണ് സ്വരാജ് പാർട്ടി എന്ന കാര്യം
ഓർത്തിരിക്കുക. അപ്പം എന്താണ്, ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ അല്ലെങ്കിൽ ഭരണഘടന വേണമെന്ന് ആവശ്യം മുന്നോട്ട് വെച്ച ആദ്യത്തെ സംഘടന അല്ലെങ്കിൽ പ്രസ്ഥാനം അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി ഏതെന്ന് ചോദിച്ചാൽ എന്താണ്, അതിന്റെ ഉത്തരം സ്വരാജ് പാർട്ടി എന്ന് ഓർത്തിരിക്കുക. അപ്പം വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ആരാണ്, അത് MN റോയ്. എന്നാൽ പാർട്ടി എന്ന് ചോദിച്ചാൽ ഏതാണ്, അത് സ്വരാജ് പാർട്ടി എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചിലർക്കെങ്കിലും ഇവിടെ ചില സംശയങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം ഇന്ത്യയിലെ ഭരണഘടന എന്നുള്ള ആവശ്യം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച പാർട്ടി കോൺഗ്രസ് അല്ലേ എന്നൊരു സംശയം ചിലരുടെ മനസ്സിലെങ്കിലും വരാൻ സാധ്യതയുണ്ട്. കണക്ക് പ്രകാരം ആദ്യം ഈ ആവശ്യം മുന്നോട്ട് വെക്കുന്ന സ്വരാജ് പാർട്ടിയാണ്. പിന്നീടാണ് കോൺഗ്രസ് ഈ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്നത്. 1935 കോൺഗ്രസ് പാർട്ടി ഇന്ത്യക്ക് ഒരു ഭരണഘടന അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സഭ എന്നുള്ള ആവശ്യം ആദ്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അതിനു മുമ്പ് തന്നെ സ്വരാജ് പാർട്ടി ആവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇനി പരീക്ഷ തലത്തിലായതുകൊണ്ട് തന്നെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത, ഇപ്പം ആദ്യമായിട്ട് ഭരണഘടന എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ച പാർട്ടി എന്നൊരു ചോദ്യം വന്നു. അവിടെ ഓപ്ഷനിൽ സ്വരാജ് പാർട്ടി ഉണ്ടെങ്കിൽ അത് എഴുതുക. ഇൻ കേസ് സ്വരാജ് പാർട്ടി ഓപ്ഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ എഴുതാം, ഈ പറയുന്ന INC ഇന്റർനാഷണൽ കോൺഗ്രസ് എന്നുള്ള പേരിലേക്ക് പോകാം എന്നുകൂടി അവിടെ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അപ്പൊ കോൺഗ്രസ് ഈ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്ന 1935 ഓർത്തിരിക്കുക. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ ആദ്യമായിട്ടൊരു പ്രമേയം, അതായത് ഭരണഘടനാ നിർമ്മാണ സഭ എന്നുള്ള ആവശ്യവുമായി ബന്ധപ്പെട്ട് ഒരു പ്രമേയം റെസൊല്യൂഷൻ കോൺഗ്രസ് സമ്മേളനത്തിൽ ആദ്യമായിട്ട് വരുന്നത് 1936 ഓർത്തിരിക്കുക. അതായത് ഒരു കോൺഗ്രസ് സമ്മേളനത്തിൽ ഭരണഘടന എന്നുള്ള ആവശ്യവുമായി ബന്ധപ്പെട്ട ഒരു പ്രമേയം റെസൊല്യൂഷൻ ആദ്യമായിട്ട് വരുന്നത് 1936. അത് ലക്നൗ സമ്മേളനത്തിൽ വെച്ചാണെന്ന് ഓർത്തിരിക്കുക. അതിന്റെ അധ്യക്ഷനായിരുന്നത് ജവഹർലാൽ നെഹ്റുവുമാണെന്ന് ഓർത്തിരിക്കുക. ആദ്യമായിട്ട് ഈ ഒരു ആവശ്യം വരുന്നത് 35, എന്നാൽ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രമേയം ആദ്യമായി വരുന്നത് 36 ഓർത്തിരിക്കുക. ഇനി അതേ തുടർന്ന് 37 ഫൈസാപൂർ സമ്മേളനത്തിലും ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിയിൽ ഭരണഘടന എന്നുള്ള ആവശ്യവുമായി ബന്ധപ്പെട്ടുള്ള പ്രമേയം വരുന്നുണ്ട്. അവിടെയും അധ്യക്ഷനാര് തന്നെയായിരുന്നു, നെഹ്റു എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി അടുത്തായിട്ട് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്പം കോൺഗ്രസ് പാർട്ടി ഈ പറയുന്ന സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഭരണഘടന എന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ ആ ആവശ്യം ആദ്യമായി ബ്രിട്ടീഷുകാര് അംഗീകരിക്കുന്നത് എപ്പോഴാണ് അല്ലെങ്കിൽ ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 1940 ഓഗസ്റ്റ് ഓഫർ എന്ന വ്യവസ്ഥയിലൂടെയാണ് ആദ്യമായിട്ട് ബ്രിട്ടീഷുകാര് ഇന്ത്യക്ക് ഒരു ഭരണഘടന അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സഭ എന്നുള്ള ആവശ്യം ആദ്യമായിട്ട് അംഗീകരിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. ഏത് സംഭവത്തിലൂടെയാണ് അല്ലെങ്കിൽ എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പം എന്തിലൂടെയാണ് ആദ്യമായിട്ട് ഈ ഡിമാൻഡ് അംഗീകരിക്കുന്നത്? 1940 ഓഗസ്റ്റ് ഓഫർ എന്ന് ഓർത്തിരിക്കുക. ഓഗസ്റ്റ് ഓഫർ മുന്നോട്ട് വെക്കുമ്പോൾ അന്നത്തെ വൈസ്രോയി ആയിരുന്ന വ്യക്തിയാണ് ലിൻ ലിത്ഗോ പ്രഭു എന്ന കാര്യം ഓർത്തിരിക്കുക. ലിൻ ലിത്ഗോ പ്രഭു ആണ് അന്നത്തെ വൈസ്രോയി ആയിട്ടുണ്ടായിരുന്നത്. ഇനി എന്താണ് ഈ ഓഗസ്റ്റ് ഓഫർ എന്ന് പറയുന്നത്? 1940 എന്ന് പറയുന്ന വർഷത്തിന്റെ പ്രാധാന്യം എന്താണ്, അല്ലെങ്കിൽ 40കളുടെ പ്രാധാന്യം? രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടമാണ്. 1939 തൊട്ട് 45 വരെയുള്ള സമയമാണ് രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടമായിട്ട് അറിയപ്പെടുന്നത്. അപ്പം ആ ഒരു സമയത്ത് ബ്രിട്ടീഷുകാരെ രണ്ടാം ലോക മഹായുദ്ധത്തിൽ നമ്മൾ ഇന്ത്യക്കാര് സഹായിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് ഈ പറയുന്ന ഈ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാനുള്ള അവകാശം അല്ലെങ്കിൽ അതിനുള്ള സാവകാശം തരാം എന്നാണ് ഈ പറയുന്ന ഓഗസ്റ്റ് ഓഫറിലൂടെ ബ്രിട്ടീഷുകാർ മുന്നോട്ട് വെക്കുന്നത്. അപ്പം ഇന്ത്യയിൽ ഈ പറയുന്ന ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരിക്കുന്നു, അവര് നമുക്കെതിരെയാണ് ഇന്ത്യയിൽ ഭരിക്കുന്നത്. ഇനി എന്നാൽ ബ്രിട്ടീഷുകാർ പറയുന്നത് അവരെ സഹായിക്കാൻ വേണ്ടി നമ്മൾ അന്താരാഷ്ട്ര തലത്തിൽ രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ ബ്രിട്ടന് വേണ്ടി പോരാടണം എന്നാണ് ഓഗസ്റ്റ് ഓഫറിലൂടെ പറയുന്നത്. അപ്പം അത് തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിനെതിരാണ് അല്ലെങ്കിൽ നമ്മുടെ ദേശീയതയ്ക്കെതിരാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടി എന്ത് നിരാകരിക്കുന്നുണ്ട്? ഈ പറയുന്ന ഓഗസ്റ്റ് ഓഫർ നിരാകരിക്കുന്നു. അങ്ങനെ ഓഗസ്റ്റ് ഓഫർ നടപ്പാകുന്നില്ല, അത് തള്ളിക്കളയപ്പെടുന്നു എന്ന് ഓർത്തിരിക്കുക. അപ്പം ബ്രിട്ടീഷുകാര് ആദ്യം മുന്നോട്ട് വെക്കുന്ന ഓഫർ നമ്മൾ എന്ത് ചെയ്യുന്നു? തിരസ്കരിക്കുന്നു എന്ന കാര്യം കൂടി അവിടെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി ഈ ഭാഗത്ത് അടുത്തതായിട്ട് വരുന്നുണ്ട് പിന്നീട് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ് എന്ന് പറയുന്നതാണ് ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ക്യാബിനറ്റ് മിഷനിലേക്ക് വരുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുന്നു, ബ്രിട്ടനിൽ ഒരു പ്രധാനപ്പെട്ട മാറ്റം വരുന്നുണ്ട്. ബ്രിട്ടൻ അതുവരെ ഭരിച്ചുകൊണ്ടിരുന്നത് കൺസർവേറ്റീവ് എന്ന് പറയുന്ന പാർട്ടിയാണ്. എന്നാൽ രണ്ടാം ലോക മഹായുദ്ധത്തോടു കൂടി അവിടെ പുതിയ തെരഞ്ഞെടുപ്പ് വരുന്നു, അതിൽ ലേബർ പാർട്ടി അധികാരത്തിൽ വരുന്നു. അങ്ങനെ ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് ക്ലെമന്റ് ആറ്റ്ലി അധികാരത്തിൽ വരുന്നു. അങ്ങനെ ക്ലെമന്റ് ആറ്റ്ലി അധികാരത്തിൽ വരുന്നതോടുകൂടി തന്നെ ഇന്ത്യക്ക് ഈ പറയുന്ന സ്വാതന്ത്ര്യം നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് അവര് എത്തുകയും അതിനെ തുടർന്ന് അതെങ്ങനെ നടപ്പാക്കണം,
എന്നതിനെ പറ്റി പഠിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലേക്ക് ഒരു സമിതി അയക്കുന്നുണ്ട്. ആ സമിതി അറിയപ്പെടുന്ന പേരാണ് ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്നത്. എന്താണ് ക്യാബിനറ്റ് മിഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുക, അതുപോലെ ഈ പറയുന്ന ഭരണഘടനാ നിർമ്മാണ സഭ എന്നുള്ള ഡിമാൻഡ് നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള വ്യവസ്ഥകൾ കൊണ്ടുവരിക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി, മനസ്സിലാക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ക്ലെമന്റ് ആറ്റ്ലി ഇന്ത്യയിലേക്ക് അയച്ച ഒരു സമിതി അറിയപ്പെടുന്ന പേരാണ് ക്യാബിനറ്റ് മിഷൻ. അപ്പൊ അങ്ങനെ വിളിക്കുന്നതിന്റെ കാരണം ബ്രിട്ടനിലെ അന്നത്തെ ക്യാബിനറ്റിന്റെ അകത്ത് ഉണ്ടായിരുന്ന 3 പ്രധാനപ്പെട്ട വ്യക്തികളാണ് ഇതിന്റെ അകത്ത് ഉണ്ടായിരുന്നത്. ആ 3 വ്യക്തികളുടെ പേര് മനസ്സിലാക്കി വെച്ചോണം, പരീക്ഷയ്ക്ക് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. 3 പേരടങ്ങുന്നതാണ് ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്നത്. 1 പെത്വിക് ലോറൻസ്, 2 സ്റ്റഫോർഡ് ക്രിപ്സ്, 3 AV അലക്സാണ്ടർ. അപ്പം ഈ പറയുന്ന 1946 ഇന്ത്യയിലേക്ക് വരുന്ന ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുമ്പോൾ ആരൊക്കെ ചേരുന്നതാണെന്ന് ചോദിച്ചാൽ ആരൊക്കെയാണ്? അതിൻ്റെ അകത്ത് പെത്വിക് ലോറൻസ് ഉണ്ട്, അദ്ദേഹമാണ് അതിന്റെ അധ്യക്ഷനായിട്ട് വരുന്നത്. സ്റ്റഫോർഡ് ക്രിപ്സ് ഉണ്ട്, അതുപോലെ AV അലക്സാണ്ടർ. ഈ 3 പേരടങ്ങുന്നതാണ് ക്യാബിനറ്റ് മിഷൻ. അപ്പം ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്നു ചോദിച്ചാൽ ആരാണ്? ക്ലെമന്റ് ആറ്റ്ലി. അദ്ദേഹം ഏത് പാർട്ടിക്കാരനായിരുന്നു എന്ന് ചോദിച്ചാൽ ലേബർ പാർട്ടി. കാരണം ബ്രിട്ടൻ എന്ന് പറയുന്നത് 2 പാർട്ടി സിസ്റ്റം ആണ്. അവിടെ പ്രധാനമായിട്ട് 2 പാർട്ടികളാണുള്ളത്. ഒന്ന് ലേബർ പാർട്ടിയും മറ്റൊന്ന് കൺസർവേറ്റീവ് പാർട്ടിയും എന്ന് ഓർത്തിരിക്കുക. ഇതിനു മുമ്പ് ബ്രിട്ടനിൽ അധികാരത്തിലിരുന്നത് ഈ പറയുന്ന കൺസർവേറ്റീവ് പാർട്ടി ആയിരുന്നു. വിൽസ്റ്റൺ ചർച്ചിലായിരുന്നു പ്രധാനമന്ത്രി. 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞു വരുന്ന അടുത്ത തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടി പരാജയപ്പെടുകയും ഈ പറയുന്ന 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞ് വരുന്ന തെരഞ്ഞെടുപ്പിൽ കൺസർവേറ്റീവ് പാർട്ടി പരാജയപ്പെടുകയും ലേബർ പാർട്ടി അധികാരത്തിൽ വരികയും ചെയ്യുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പം അങ്ങനെ ഈ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് വരുന്നു. അവർ ഇന്ത്യയിൽ വന്ന ഡേറ്റ് ഓർത്തിരുന്നോണം. 46 മാർച്ച് 24-ാം തീയതിയാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വരുന്നത്. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് വരുന്നത് 1946 മാർച്ച് 24-ാം തീയതി വരുന്നു. അതേ വർഷം തന്നെ മെയ് 16-ാം തീയതി അവർ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. അപ്പം 46 മാർച്ച് 24-ന് ക്യാബിനറ്റ് മിഷൻ വരുന്നു. അതേ വർഷം തന്നെ 46 മെയ് 16-ാം തീയതി ക്യാബിനറ്റ് മിഷൻ അവരുടെ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യുന്നു. ആ റിപ്പോർട്ടിന്റെ അകത്താണ് പറയുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ കൈമാറ്റത്തെയും പറ്റി, അതുപോലെ ഇന്ത്യക്ക് ഒരു ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എങ്ങനെ രൂപീകരിക്കണം എന്നതിന്റെ രൂപരേഖയൊക്കെ പരാമർശിക്കുന്നത് എവിടെയാണ്? ക്യാബിനറ്റ് മിഷന്റെ റിപ്പോർട്ടിന്റെ അകത്താണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ അങ്ങനെ ക്യാബിനറ്റ് മിഷൻ വരുന്നു, ആ റിപ്പോർട്ട് വരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ നമ്മൾ രൂപീകരിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. അപ്പം ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിന്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അടുത്ത വരുന്ന ക്ലാസ്സിലായിരിക്കും നമ്മൾ ഇതിന്റെ ബാക്കിയായിട്ട് വരുന്ന ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നത് എന്നാണെന്നും അതിന്റെ പ്രവർത്തനം എപ്രകാരമാണ് എന്നുള്ളതൊക്കെ അടുത്ത ക്ലാസ്സിലായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഏവർക്കും നന്ദി.